ഹായ് ഗായ്സ്, ഈ കാണുന്നതാണ് ട്രിവാൻഡ്രത്തെ പെരുമാതുറ ബീച്ച്. മുൻപ് ഈ സ്ഥലത്തോട്ടൊന്നും ഒരുപാട് ആളുകളൊന്നും വരത്തില്ലായിരുന്നു. ഇതൊരു നോർമൽ ബീച്ച് പോലെ ഉണ്ടായിരുന്നു. ഒരുപാട് കപ്പിൾസും ഫാമിലീസും ഒക്കെ എൻജോയ് ചെയ്യാനായിട്ട് ഇവിടെ കടന്നു വരുന്നത് ഞാൻ കണ്ടു. ഈ ബീച്ചിന്റെ ഇടയിൽ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറയുന്നത് ഒരു പൊഴിയുണ്ട് ഇവിടെ. ഈ കായലും കടലും ഒരുമിച്ച് കിടക്കുന്നതാണ് പൊഴി. അപ്പോൾ ഈ പൊഴിയെ ബന്ധിപ്പിച്ചുകൊണ്ട് വന്ന പാലമാണ് ഈ കാണുന്ന പാലം. ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നാൽ നല്ല ഹൈറ്റിൽ ഈ ബീച്ചിന് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കും. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്റ്റ് ആയിരുന്നു. ഈ പാലത്തിൽ നിന്നുള്ള വ്യൂ കാണാൻ ഒരുപാട് ആളുകൾ വന്നു തുടങ്ങി. ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയി മാറി. പിന്നെ ഒരുപാട് ആളുകൾ ചൂണ്ടയിടാനായി വരുന്നുണ്ട്. വരുന്നവരൊന്നും അവിടെ അടുത്തുള്ളവർ മാത്രമല്ല, ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നുമൊക്കെയുള്ള ആളുകളാണ് എന്നെനിക്ക് മനസ്സിലാക്കാനിടയായി അവിടെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമുക്ക് കോവളമോ വർക്കലയോ പോലുള്ള ബീച്ചുകളെ പോലെയൊന്നും എല്ലാവർക്കും കുളിക്കാനൊന്നും പറ്റില്ല. ആരും കുളിക്കാനൊന്നും ഇറങ്ങുന്നത് ഞാൻ കണ്ടിട്ടില്ല. കടലിൽ ജസ്റ്റ് കാലൊക്കെ നനയ്ക്കുന്നുണ്ട്. എന്നിരുന്നാലും അധികം കടലിൻ്റെ ആഴത്തിലോട്ട് ഇറങ്ങുകയോ കുളിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പെരുമാതുറയിലെ നൈറ്റ് വൈബ് വേറെ തന്നെയാണ്. ട്രിവാൻഡ്രത്തുള്ള ആളുകൾക്കൊക്കെ ഇത് സുപരിചിതമാണ്. എന്നാൽ മറ്റുള്ള സ്ഥലങ്ങളിലുള്ളവർ ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിവിടെ വരിക. വളരെ നല്ല ഒരു വ്യൂ തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. കടലും കായലും കൂടി ഒന്നിക്കുന്ന ഒരു സ്പോട്ട് തന്നെ ഇവിടെ ഉണ്ട്. പെരുമാതുറയിൽ വരുന്നവരാരും തന്നെ ഈ പാലത്തിൽ കയറാതെ പോയിട്ടില്ല. അത്രയ്ക്ക് അതിമനോഹരമായ കാഴ്ചകളാണ് ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നാൽ നല്ല ഹൈറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കായലും കടലും ഒക്കെ ചേരുന്നൊരു സ്പോട്ടും അതുപോലുള്ള കുറേ കുഞ്ഞു കുഞ്ഞ് ബോട്ട്സും ഒക്കെ ഇതുവഴി പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് വരും. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു ഹാർബറിലേക്ക് പോകുന്നത്. ഇത് മീൻ പിടിച്ചതിന് ശേഷം വല വൃത്തിയാക്കുന്ന കാഴ്ചയാണ്. ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് എത്തിയതെങ്കിലും കുറച്ച് രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാനിടയായി. ഇതൊക്കെ മീൻ മാർക്കറ്റിലോട്ട് കൊണ്ടുപോകുന്ന പെട്ടികളാണ്. ഇനി നമുക്ക് ഐസ് എങ്ങനെയാ വണ്ടിക്കകത്തോട്ട് കയറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ശരിക്കും രാവിലെ ഹാർബറിലോട്ട് വന്നാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷസ് നമുക്ക് മേടിക്കാം. യൂണിയൻകാരും മത്സ്യത്തൊഴിലാളികളും ഒന്നിച്ചാണ് അവർ പണി ചെയ്യുന്നത്. വളരെ രസകരമായ കാഴ്ച തന്നെയായിരുന്നു. എൻജോയ് ചെയ്തിട്ടാണ് അവർ ജോലികൾ ചെയ്യുന്നത്. ലേലം വിളിച്ച മീനുകളാണ് ഇങ്ങനെ ഐസിട്ട് ബോക്സുകളിലാക്കിയിട്ട് അപ്പോൾ തന്നെ മീനുകളും ഇട്ട് ഐസ് ഫില്ല് ചെയ്യുന്നതും. എന്നാൽ അത് തൂക്കിയിട്ടാണ് ഫിൽ ചെയ്യുന്നത്. അതിനുശേഷമാണ് അവർ വണ്ടിയിൽ കയറ്റി വിടുന്നത്. ഇവിടെ മത്സ്യത്തൊഴിലാളികളും അവരുടെ കൂടെ യൂണിയൻകാരുമൊക്കെ ഒന്നിച്ചിട്ട് ഒരു ഒത്തൊരുമയോടുകൂടിയാണ് ഇവർ പണിയെടുക്കുന്നത് കാണാൻ. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കടലിൽ നിന്ന് ബോട്ട് വരുന്നതും അതിൽ നിന്ന് മീനുകൾ ഹാർബറിലേക്ക് ഇറക്കുന്ന കാഴ്ച കാണാനിടയായത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു. നമ്മൾ ചെന്ന ടൈമിൽ കുറച്ച് അയില, ചാള ആ ടൈപ്പ് മീനുകളാണ് ഉണ്ടായിരുന്നത്. അവരൊക്കെ അത് ബോക്സിലാക്കുകയും ഐസ് ഫില്ല് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസത്തേക്ക് ആൾക്കാർക്ക് ലേലത്തിനും കച്ചവടത്തിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത്. കുറച്ച് രാവിലെയൊക്കെ വന്നാൽ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള മീൻ കുറഞ്ഞ വിലയിൽ മേടിച്ചിട്ട് പോകാം.
അപ്പോൾ ലൈഫിൽ ആദ്യമായിട്ട് കുറച്ച് കടലിലെ മക്കളുടെ ജീവിതങ്ങൾ പഠിക്കുവാനും കടലിലെ കാഴ്ചകളെ കാണുവാനും ഇടയായി. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, ബൈ.